മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കനത്ത തിരിച്ചടി. കരൂർ ദുരന്തത്തിന്റെ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. തമിഴ്നാട് സർക്കാർ ജോലി നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് കോടതി തീരുമാനം. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി നിരീക്ഷിച്ചു. പരമോന്നത കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല. കരൂരിൽ വിജയ് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി കോടതി നടപടിയോടെ പ്രതിസന്ധിയിലായി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വിജയ് ധനസഹായം നൽകിയിരുന്നു. അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ ജോലിയും നൽകി. ഇതിനാണ് തിരിച്ചടിയായത്. കരൂരിൽ മരിച്ച 31 കുടുംബങ്ങളിലുള്ളവർക്ക് സർക്കാർ ജോലി നൽകിയത് റദ്ദാക്കി. കാരുണ്യ നിയമനത്തിന് നേരത്തെ കാത്തിരിക്കുന്നവരെ മറികടന്നാണ് സർക്കാർ തീരുമാനമെന്ന് കോടതി നിരീക്ഷിച്ചു. ദുരന്ത ഇരകൾക്ക് ജോലി നൽകുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിലാകണമെന്ന് നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടതാണ്. ജോലി ലഭിച്ചവർ ആദ്യ ശമ്പളം വാങ്ങുന്നതിന് മുമ്പ് ഹർജികൾ തീരുമാനമെടുക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സമാനമായ ദുരന്തങ്ങൾപ്പെട്ടവർക്ക് ജോലി നൽകേണ്ടി വരുന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് TVK അറിയിച്ചു. ദുരന്ത ഇരകൾക്ക് ജോലി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് TVK വ്യക്തമാക്കി. 2025 സെപ്റ്റംബർ 27 കരൂർ ദുരന്തം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.